ഒരു ബി ക്ലാസ് തിയേറ്റർ ആയിട്ട് തന്നെ കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. സിനിമ കാണുമ്പോൾ ഈ തിയേറ്റർ ഏകദേശം ഇത് തന്നെയാണ് അവസ്ഥ. 4-5 ഷോ വരെ കളിച്ച ഫിലിമിലായിരുന്നു. നന്മ നിറഞ്ഞ കഥകൾ ഈ നാട്ടുകാർക്ക് ഓർത്തെടുക്കാനുള്ള ഒരു തിയേറ്റർ കൂടിയാണ്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ വഴി നിരവധി പുതിയ തിയേറ്ററുകൾ ഓപ്പൺ ആവുന്നത്, അതുപോലെ തന്നെ റിനോവേഷൻ കഴിഞ്ഞിട്ട് വലിയ മൾട്ടിപ്ലക്സുകളൊക്കെ ഓപ്പൺ ആവുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത, അതായത് ഒരു ബി ക്ലാസ് തിയേറ്റർ ആയിട്ട് തന്നെ കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. ബി ക്ലാസ് തിയേറ്ററുകൾ എന്ന് വെച്ചാൽ എപ്പോഴും ആ ഒരു നാട്ടുകാരോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും അധികം കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പം കേരളത്തിൽ ഒരു ബി ക്ലാസ് തിയേറ്റർ കൂടി ഓപ്പൺ ആവുന്നു എന്നുള്ള വാർത്ത നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിലുള്ള ശ്രീരാമ തിയേറ്റർ. കുറച്ച് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും തിയേറ്റർ തുറക്കാൻ പോവുകയാണ്. അതും ആ ഒരു പഴയ ആ ഒരു ബി ക്ലാസ് തിയേറ്റർ ആയിട്ട് തന്നെ. എന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തൃപ്രയാർ ടൗണിൽ ബസ് സ്റ്റാൻഡിനോടൊക്കെ ചേർന്ന് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞാനീ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിൻ്റെ പാർക്കിങ്ങിലാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു പാർക്കിംഗ് ആണ്. ഇത് കൂടാതെ ഈ തിയേറ്ററിൻ്റെ പിന്നാമ്പുറത്ത് വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ആ പിന്നാമ്പുറത്തേക്ക് പോകുന്നതിനുള്ള ആ ഒരു വഴിയൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട്, എന്താ പറയുക, ഇൻ്റർലോക്കൊക്കെ ഇട്ട് വളരെ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ തിയേറ്ററിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വൈറ്റ്, അതുപോലെ തന്നെ ഒരു കാക്കി കളറിലുള്ള ഒരു ഹോംലി ഫീല് തരുന്നൊരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ആ ഒരു ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിയേറ്റർ ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഈ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഫുള്ളായിട്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. തിയേറ്ററിൻ്റെ ആ ഒരു ലോബിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താ പറയുക, ഒരു റിലീസ് തിയേറ്ററുകളോടൊക്കെ ഉപമിക്കാവുന്ന രീതിയിൽ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ലോബിയാണ്. അതുപോലെ തന്നെ ലോബിയുടെ ഇരുവശത്തുമായിട്ട് നല്ല വൃത്തിയുള്ള ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, ശരിക്കും ടിക്കറ്റ് കൗണ്ടർ പുറമേ നിന്ന് വിസിബിൾ ആണെങ്കിലും ടിക്കറ്റ്സ് എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ലോബിയിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ടിക്കറ്റ് ചാർജ് ഫസ്റ്റ് ക്ലാസ് 60 രൂപ, ബാൽക്കണി 70 രൂപ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പാലിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബി ക്ലാസ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ലോബിയിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ശ്രീരാമൻ്റെ പഴയൊരു ചിത്രം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ അർജുനൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും തേര് തെളിക്കുന്ന ആ ഒരു വലിയൊരു ഫോട്ടോ അത് വാളിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു ഡിവൈൻ ടച്ചുള്ള ഒരു ലോബി എന്നുകൂടി പറയാൻ സാധിക്കും. ഇപ്പോഴും ഈ ഒരു ലോബി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇന്ന് കേരളത്തിൽ 150-200 രൂപ ടിക്കറ്റ് മേടിക്കുന്ന പല തിയേറ്ററുകൾക്കും ഇത്രയും വൃത്തിയും അതുപോലെ തന്നെ സ്പേസുമുള്ള ലോബി ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നത് ഇവിടെ നിന്ന് നേരെ ഈ ഒരു ഡോർ വഴിയും, അതുപോലെ ബാൽക്കണിയിലേക്ക് കയറാനായിട്ട് നമുക്ക് ഇരുവശങ്ങളിലും സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ ഒരു തിയേറ്ററിൻ്റെ നാൾവഴികളിലൂടെ കടന്നു വരുമ്പോൾ 1969 ഒരു ഓലക്കൊട്ടകയായിട്ടാണ് ഈ ഒരു തിയേറ്റർ തുടങ്ങിയത്. ആദ്യത്തെ സിനിമ ശ്രീരാമ പട്ടാഭിഷേകം ആണെന്നാണ് ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞത്, പക്ഷെ അതിലൊരു വ്യക്തതയില്ല. അപ്പോൾ 1969 ഓലക്കൊട്ടകയായിട്ട് തുടങ്ങിയ ഈ തിയേറ്റർ പിന്നീട് 1980 സിനിമാസ്കോപ്പായിട്ട് മാറി. അതിനുശേഷം 85 ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് നിർമ്മിച്ചു. 2006 മൂന്നാമതൊരാൾ എന്ന സിനിമ വെച്ചിട്ട് ഇത് ഡിജിറ്റലാക്കി. അന്ന് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഡിജിറ്റലായ തിയേറ്ററുകളിൽ ഒന്നായിരുന്നു നമ്മുടെ ഈ ഒരു തൃപ്രയാർ ശ്രീരാമ തിയേറ്റർ. പക്ഷേ ആ സിനിമ എന്തോ സക്സസ് ആയിട്ട് ഇവിടെ ഡിജിറ്റലിൽ ഇവർക്ക് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ചു കാലം വീണ്ടും അനലോഗിൽ പ്രവർത്തിച്ചിട്ട് ഈ തിയേറ്റർ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം 2014 വീണ്ടും ഈ തിയേറ്റർ ഡിജിറ്റലായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. 2019 കൊറോണ വരുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ഹാളിൻ്റെ ലെങ്തൊക്കെ കുറച്ച് ഇപ്പം നമ്മൾ ഈ കാണുന്ന സീറ്റുകളും ഈ ഒരു മോഡലിലുള്ള എന്താ പറയുക ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് ഒന്നുകൂടി പുതുക്കി പണിതു. പക്ഷേ കൊറോണ വന്ന ശേഷം 5-ാം പാതിര എന്ന സിനിമയോട് കൂടിയിട്ട് തിയേറ്റർ പ്രദർശനം അവസാനിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇടയ്ക്കൊക്കെ ഈ തിയേറ്റർ തുറക്കുമെന്ന ന്യൂസ് വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് 2024 അത് കൺഫേം ആയിരിക്കുകയാണ്. അടുത്ത വർഷം, അതായത് ഇനി ഒരു മാസത്തോടെ മാറിക്കഴിഞ്ഞാൽ 2025 ജനുവരിയിൽ നമ്മുടെ ഈ ശ്രീരാമ തിയേറ്റർ വീണ്ടും ബി ക്ലാസ് തിയേറ്റർ ആയിട്ട് തൃപ്രയാറിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കും. അപ്പോൾ ഈ തിയേറ്റർ ഇനി നമ്മൾ സിനിമാ പ്രേമികളല്ലേ, നമ്മൾ തിയേറ്റർ പ്രേമികളുടെ കയ്യിലാണ്. നമ്മളാണ് ഇതിനെ വിജയിപ്പിക്കേണ്ടത്.
കാരണം നാട്ടുമ്പുറങ്ങളിലൊന്നും ഇന്നിപ്പോൾ ഒരു ബി ക്ലാസ് തിയേറ്ററുകൾ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉടമ വീണ്ടും ഇതിലേക്ക് പൈസ മുടക്കി ഇത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ തൃപ്രയാറിലുള്ള എല്ലാവരുടെയും സഹകരണം ഇതിൻ്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹാളിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ താഴെ വരുന്ന സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മോഡലിലുള്ള സീറ്റുകളാണ്. ഇതുപോലത്തെ 175 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ ആയിട്ടിരിക്കാവുന്ന പുഷ് ബാക്ക് സീറ്റുകളാണ്. കപ്പ് ഹോൾഡറോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ശരിക്കും പഴയ പെരിങ്ങോട്ടുകര ദേവ തിയേറ്ററിലെ സീറ്റുകളാണ് കേട്ടോ. ബി ക്ലാസ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ലെഗ് സ്പേസിനൊന്നും വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. എന്നിരുന്നാലും വളരെ നീറ്റായിട്ട് വെക്കാവുന്ന ഒരു ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ ദേവ തിയേറ്ററിലെ സീറ്റുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം, ഇരുന്നിട്ടില്ലാത്തവർക്ക് ഇവിടെ വന്ന് സിനിമ കാണുമ്പോൾ ഈ സീറ്റുകളിലൊന്ന് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം 70 രൂപയായിരിക്കും. ഫൈനലായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാൽക്കണിയിൽ ടിക്കറ്റ് ചാർജ് 80 രൂപയായിരിക്കും. നേരത്തെ ഇതിന് 60 രൂപയും മുകളിൽ 70 ആയിരുന്നു. ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 1985 നിർമ്മിച്ച ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ 2019 ടൈമിൽ കട്ട് ചെയ്ത് ചെറുതാക്കുകയുണ്ടായി. അതായത് നേരത്തെ ഹാള് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വലിപ്പമുള്ള ഹാളാക്കിയിട്ട് മാറ്റി. അതുപോലെ തന്നെ ബാൽക്കണി ഏകദേശം ഈ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ വരെ ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ ബാൽക്കണിയുടെ ലെങ്തും ഇവർ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാൽക്കണിയോട് കൂടിയിട്ട് ഏകദേശം 300 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഹാളിലുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ പഴയ രീതിയിലുള്ള അക്വഷി വർക്കുകൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയർ നിലനിർത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കോൺക്രീറ്റ് കൊണ്ടും അതുപോലെ തന്നെ ജിപ്സം ബോർഡ് കൊണ്ടും ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ വർക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ടൈൽസ് ഒക്കെ പതിപ്പിച്ച് ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇതൊരു AC തിയേറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാനുകൾ ഈ ഒരു ഹാളിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ബാൽക്കണിയിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ധാരാളം ഫാനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസിൻ്റെ ഏറ്റവും പിന്നിലത്തെ ഭാഗത്തും ധാരാളമായിട്ട് ഫാനുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് 2 സൈഡിൽ ഈ ഒരു വാൾ ഫാനുകളാണുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മിനിപ്ലക്സ് തിയേറ്ററുകൾ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ളൊരു തിയേറ്ററിൻ്റെ ഹാളിന് സമാനമായ രീതിയിലാണ് ഹാള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ സ്ക്രീനിനോട് ചേർന്നുള്ള ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും റിനോവേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റേജൊക്കെ ഇവർ ക്രമീകരിച്ചത്. ഇവിടെ എല്ലാ വർഷവും തൃപ്രയാർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഫെസ്റ്റിവലൊക്കെ നടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 36 അടി വീതിയും അതുപോലെ തന്നെ 16 അടി ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് വൈറ്റ് സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ആ ഒരു ക്യൂബിൻ്റെ റേ എന്ന മോഡൽ പ്രൊജക്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. അതുടനെ തന്നെ മാറ്റിയിട്ട് HD ലേസർ പ്രൊജക്ടർ ഈ ഒരു തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5.1 സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അത് നമ്മുടെ പഴയ ആ ഒരു സിനിമാറ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെ സ്പീക്കറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ശരിക്കും ഈ ഒരു തിയേറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഒരു സിമിലാരിറ്റി തോന്നിയത് നമ്മുടെ അഷ്ടമിച്ചിറ മഹാലക്ഷ്മി തിയേറ്റർ ഉണ്ടല്ലോ, അത് AC തിയേറ്ററാണ്. പക്ഷേ ആ ഒരു തിയേറ്ററിൻ്റെ ആ ഒരു എന്താ പറയുക ഹാളിനോട് വളരെ സിമിലാരിറ്റി തോന്നുന്നുണ്ട് ഈ ഒരു ഹാളിനും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗംഭീര ബാൽക്കണി കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ക സ്റ്റേഡിയം ടൈപ്പിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. അങ്ങനെ നമ്മളിതാ ഈ ഒരു തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 97 സീറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ ബാൽക്കണിയാണ് ഈ ഒരു തിയേറ്ററിൻ്റേത്. അതായത് ഏകദേശം ഒരു 5 നിര സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബാൽക്കണിയുടെ സീറ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ട അതേ മോഡൽ സീറ്റുകളാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് ഒരു 80 രൂപയായിരിക്കാനാണ് കേട്ടോ സാധ്യത. ബാൽക്കണിയിൽ നിറയെ ഫാനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് സിനിമ കണ്ടു പോകാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് ഒരു പെർഫെക്റ്റ് വ്യൂ ആണ് കിട്ടുന്നത്. യാതൊരു രീതിയിലും നമ്മുടെ തലയൊന്നും മറിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരാളുടെ തല ഇത്രയും ഹൈറ്റ് വന്നാൽ പോലും നമുക്ക് തല മറിയുന്നൊരു ഇഷ്യൂ സ്ക്രീനിലേക്ക് ഉണ്ടാവില്ല. കാരണം ഈ സ്ക്രീന് ഏറ്റവും ടോപ്പിലേക്ക് ചേർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് സിനിമ കാണുന്നതിനേക്കാളും സുഖം ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ ആ ഒരു ഫീൽ എന്താണെന്ന് നിങ്ങളിതാ ഇപ്പോൾ കണ്ട് മനസ്സിലായിക്കോളൂ. എൻ്റെ പേര് പ്രഭാഷ്. ഞാനും എൻ്റെ ബ്രദറും ആണ് ഈ തിയേറ്ററിൻ്റെ പാർട്ട്നേഴ്സ്. ബ്രദറിൻ്റെ പേര് വിജു.
ഞങ്ങളുടെ അച്ഛനായിട്ട് 1968 തുടങ്ങിയതാണത്. 79 അച്ഛൻ മരിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഏറ്റെടുത്തു. അന്ന് ഓല തിയേറ്ററായിരുന്നു, ഒരു പ്രൊജക്ടർ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു. പിന്നീട് അത് പതുക്കെ പെർമനൻറ്റ് തിയേറ്ററാക്കി. ഓല തിയേറ്ററായിരുന്ന കാലത്തും ഏകാശി വക കാലങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 4-5 ഷോ വരെ കളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ് തൃപ്പയാറത്തെ. അന്നൊക്കെ 4 ഷോ നേരം വിളിക്കുന്നവരെ, ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം നേരം വിളിക്കുന്നവരൊക്കെ പടം കളിച്ചിട്ടുണ്ട്. 85 ഞാൻ പോയി ഗൾഫിലേക്ക്. അതിനുശേഷം അനിയനാണ് നടത്തിയിരുന്നത്. ഇത്രയിടയ്ക്ക് ഇപ്പോൾ കോവിഡ് വന്ന കാലഘട്ടത്തിലാണ് അടച്ചിട്ടത്. പിന്നീട് ഇപ്പോൾ രണ്ടാമത് തുറക്കാനുള്ളൊരു പരിപാടിയിൽ മുന്നോട്ട് പോകുന്നു. പ്രിപ്പയറുള്ള സാധാരണ ആൾക്കാരാണ്, വലിയ ക്ലാസ് ആൾക്കാരല്ല, സാധാരണ ആൾക്കാരാണ് നമ്മുടെ പണ്ട് മുതലുള്ള പ്രേക്ഷകർ. അവരിനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് പ്രദീപ് ലാൽ, വീട് ചന്ദ്രാപിന്നെയാണ്. ഇവിടെ ഒരു ജനചിത്ര ഫിലിം സൊസൈറ്റി ഉണ്ട്. ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടേക്ക് സിനിമ കാണാൻ വരുമ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ടാണ് വരാം. ഇപ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പം അന്ന് ഞങ്ങൾ എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും സൈക്കിളിലൊക്കെ വരുന്ന സിനിമ കാണുക ചെയ്യുക. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ഈ തിയേറ്റർ ഏകദേശം ഇത് തന്നെയാണ് അവസ്ഥ. തിയേറ്റർ അതിന് മുൻപാണ് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിലേക്ക് തിയേറ്റർ മാറിയത്. പക്ഷേ തിയേറ്ററിൻ്റെ അകത്ത് ഏറ്റവും ഫ്രണ്ടിൽ ബെഞ്ച് സീറ്റ്, അതിൻ്റെ തൊട്ട് ബാക്കിൽ മറ്റേ ചെറിയ ഒരു തരം സീറ്റ്, അതിൻ്റെ ബാക്കിൽ ഇത്തിരി ഇതായിട്ടുള്ള സീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ബെഞ്ചും ഒരു 4 തരത്തിലുള്ള ഒരു ടിക്കറ്റ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും തറ സീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലും കൂടി ഈ തിയേറ്ററിലുണ്ടായിരുന്നു. അത് കാലക്രമേണ മാറിയിട്ട് നല്ല രീതിയിൽ ഇത് ആയിരുന്നു. അതോടൊപ്പം തന്നെ പ്രൊജക്ഷൻ അന്ന് ഫിലിമിലായിരുന്നു. ആര്യൻ അങ്ങനത്തെ സിനിമകൾ ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ആര്യൻ, വൈശാലി, അത്തരം സിനിമകളൊക്കെ ഇവിടെ കൂടുതൽ മാസങ്ങൾ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വടക്കം വീരഗാഥ, അത്തരം സിനിമകളൊക്കെ ഇവിടെ ഒരു നിറഞ്ഞ സദസ്സിൽ മാസങ്ങളും ആഴ്ചകളൊക്കെ പ്രദർശിപ്പിച്ചൊരു തിയേറ്ററാണ്. അതായത് അന്ന് വേറൊരു തിയേറ്റർ ഈ പരിസരത്ത് ഇല്ല. പിന്നീട് വന്ന തിയേറ്ററാണ് തളിക്കുളത്ത് കാർത്തിക. അത്രടുത്ത് വേറെ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പെരിഞ്ഞാനത്തത്തണം തിയേറ്റർ. അപ്പോൾ ഇത്തരം ഈ ഒരു ചെറിയ ചിലവിൽ ഒരു സിനിമ കാണാനുള്ളൊരവസരം അന്ന് ശ്രീരാമ തിയേറ്റർ തന്നെ തൃപ്പയാറുണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു ചെറിയ പൈസയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോഴും ഒരു ഏറ്റവും ചെറിയ പൈസയ്ക്ക് സിനിമ കാണാനുള്ളൊരു അവസരം ഉള്ള തിയേറ്റർ കൂടിയാണത്. ആ തരത്തിൽ ബിജു ആയാലും ബിജുവിൻ്റെ മക്കളായാലും അവരുടെ ഫാമിലി ആ തരത്തിൽ തിയേറ്ററിനോട് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ട്. ഈ തിയേറ്ററിൻ്റെ ഉടമസ്ഥർ പറയാത്തതും എന്നാൽ നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞതുമായ മറ്റ് ചില നല്ല കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്നാമത്തേത്, ഇവിടെ തീരെ ചെറിയ കുട്ടികൾ, അതായത് 5-6 വയസ്സുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ടിക്കറ്റൊന്നും നിർബന്ധിച്ച് എടുക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് സിനിമ നിറയെ ആളുകൾ വരികയാണെങ്കിൽ ഒരു 70% സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ ടിക്കറ്റ്സ് കൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ non-AC തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ചൂടെടുത്ത് വേർക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 70% ആളുകളായി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ്സ് കൊടുക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ കാണണമെന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നത് ഇനി 2-3 ആളുകളാണെങ്കിലും അത് ഉറപ്പായിട്ടും ഷോ ആ സമയത്ത് തന്നെ ഇടും. അല്ലെങ്കിൽ 10 ആൾ വരണമെന്നൊന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിക്കുന്ന ഏർപ്പാടുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേയധികം നന്മ നിറഞ്ഞ കഥകൾ ഈ നാട്ടുകാർക്ക് ഓർത്തെടുക്കാനുള്ള ഒരു തിയേറ്റർ കൂടിയാണ് നമ്മുടെ ശ്രീരാമ തിയേറ്റർ. ഇപ്പോൾ നമ്മളോട് പ്രദീപേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച പോലെ തന്നെ ഈ ഒരു ശ്രീരാമ തിയേറ്ററിനെ പറ്റി ഈ ഒരു തൃപ്രയാറും ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വളരെയധികം ഓർമ്മകളാണുള്ളത്. തൃപ്രയാർ ക്ഷേത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ പണ്ട് ഈ തിയേറ്ററിൽ നിറയെ ആളുകളുമായിട്ട് ഹൗസ്ഫുൾ ഷോ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ ഞങ്ങളോട് പങ്കുവെച്ചു. അപ്പോൾ ഈ ഒരു തിയേറ്റർ വീണ്ടും B ക്ലാസ് ആയിട്ട് എന്തുകൊണ്ടാണ് തുറക്കുന്നതെന്ന് നിങ്ങൾ പലർക്കും ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഓണർ ശ്രീ ബിജു സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഇത് ആക്ച്വലി ഒരു സർവീസ് എന്ന രീതിയിൽ, അതായത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വന്ന് സിനിമ കണ്ടു പോകാൻ സാധിക്കണം എന്ന ആഗ്രഹത്തിൽ ഒരു 80 രൂപ 70 രൂപ ടിക്കറ്റ് റേറ്റിൽ എല്ലാവരും വന്ന് ഒരു ഗ്യാതറിങ് ചെയ്യുന്ന ഒരു ഹാപ്പനിങ് പ്ലേസ് ആയിട്ട്, ഒരു ഒത്തുകൂടലിൻ്റെ സ്ഥലമായിട്ട് ഈ ഒരു തിയേറ്റർ മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം വീണ്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ തിയേറ്റർ വീണ്ടും തുറക്കാൻ പോകുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നിവിടെ വന്നത് മുതൽ ഞങ്ങൾ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ എന്തായാലും തിയേറ്റർ വീണ്ടും തുറക്കുമ്പോൾ അതിന് എല്ലാവിധ ആശംസകളും തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്നും നേരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയും സപ്പോർട്ട് ഈ തിയേറ്ററിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.